സാർ വരണം സാർ. ചേട്ടനീ ഹോട്ടലിന്റെ ഓണറാ? നമസ്കാരം. ഒരു മിനിറ്റ് ഒന്ന് വരാമോ? എടേ ആളെ വിളിച്ച് കേട്ടാ നോക്ക്. ചേട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. എനിക്കൊരു 4 ഊണ് വേണം. ഇതാണോ വലിയ പ്രശ്നം? കേറി കഴിച്ചു കാശും കൊടുത്തേച്ച് പോണം സാറേ. അതാണ് പ്രശ്നം, എൻ്റെ കയ്യിൽ കാശില്ല. അവിടെ എന്താ വേണ്ടോ ചോദിക്കണ? അല്ല ചേട്ടാ, 3 ഊണായാലും മതി, ഞങ്ങൾ 4 ആക്കി കഴിച്ചോളാം. കാശ് തീർന്നു പോയേ, അതുകൊണ്ടാ. ഞാൻ എന്ത് ജോലി വേണേലും ചെയ്തോളാം, എന്നെ ഒന്ന് സഹായിക്കണം. തനിക്കിപ്പം 4 ഊണ് വേണം, കൈ കാശുമില്ല. അതെ. ഊണ് തന്നു വിടില്ല, ഇവിടെ വന്ന് കഴിക്കണം. അതാ ഈ സ്ഥാപനത്തിന്റെ ഐശ്വര്യം. താങ്ക് യു. പിന്നെ അരി മണമുള്ള റേഷൻ അരി ഒന്നും അല്ലല്ലോ, ഒരുവിധം കുഴപ്പമില്ലാത്ത കുത്തരിയാണല്ലോ അല്ലേ? അല്ല മതി, കുഴപ്പമില്ല, ഞാൻ പോയിട്ട് വരാം. നമുക്ക് ഇവിടെ ഇരിക്കാം. ഇതെന്തൊരു ഹോട്ടലാണ് ഇത്? ഇവിടെ നിന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഒരു വൃത്തി വേണ്ടേ? ഇവിടെ എങ്ങനെയാണേലും അടുക്കള നല്ല വൃത്തിയാ. അടുക്കളയോടെ നമുക്ക് ഊണ് കഴിഞ്ഞിട്ട് നോക്കാം. നല്ല വൃത്തിയുണ്ട്. അച്ഛൻ ഇരിക്കും. ജയിലിൽ നിന്ന് എപ്പോ വന്നത്? എന്തോ കൈ കാണിക്കടോ. എന്തിനാ കൈ കാണിക്കടോ. എത്ര വർഷമായിടാ നഖം വെട്ടിട്ട് നോക്ക്. അത് പിന്നെ ഇവിടെ വൃത്തിയുള്ള ആരും ഇല്ലേ ഒന്ന് വിളമ്പാൻ? അത് ഞാൻ പറഞ്ഞോളാം. എടോ, താൻ പോയിട്ട് നഖമില്ലാത്ത ഒരാളെ കൊണ്ട് വിട്. കൈയില്ലാത്ത ഒരാളുണ്ട്, അയാളെ അങ്ങോട്ട് വിടാം. ഞാനിപ്പോ വരാം. ഏതാണോ ഈ മാരണം? പലതരം പാർട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. സൂട്ടും കോട്ടും ഇട്ട പിച്ചക്കാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക. അത് ഞങ്ങൾ ഞാൻ ആരാന്നാ വിചാരിച്ചേ? ഞണ്ണിട്ട് പോടോ. എന്താണോ ഇത് കണ്ടോ? ഇത്രയും വലിയൊരു കല്ല് ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞപ്പോ അവൻ എന്താ പറഞ്ഞെന്നറിയോ? സൗകര്യം ഉണ്ട് ഞാൻ എങ്ങനെ തങ്ങി കയറി നിൽക്കുന്നില്ല. ഈ കട പൊളിയാൻ ഇനി അധികം നേരം വേണ്ടോ? പിച്ചച്ചോറ് തന്നാൽ നീക്ക് അതിനും പറയും. പിച്ചച്ചോറ് ആരാടാ പിച്ച? പറഞ്ഞു കേട്ടില്ലേ മോനെ നീ പിച്ചച്ചോറന്ന്? അയാൾ പറഞ്ഞത് ശരിയാ, പിച്ചച്ചോറ് തന്നെ. നമ്മള് കഴിച്ചത് പിച്ചച്ചോറ. അതങ്ങനെ? അത് ഒരു നേരത്തെ ആഹാരം എരന്ന് കഴിക്കാവുന്ന ഒരു നേർച്ച ഉണ്ടായിരുന്നു. മോൻ പോയിട്ട് വാ. ബിജുമോളുടെ ചിരി കേട്ടിട്ട് എത്ര നാളായി. പക്ഷേ ഞങ്ങളുടെ പെങ്ങള് ഞങ്ങളോട് ഇന്നേ വരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു കുപ്പിവള പോലും. പക്ഷേ ഇന്നൊന്നും ആവശ്യപ്പെട്ടു. മാഷ കൂടെ ഇനി ഞങ്ങൾ എല്ലാവരും ഉണ്ടാവണമെന്ന്. മാഷിനാണെങ്കിൽ പോകാൻ ഒരു ഇടയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഞങ്ങളും അതുപോലെ ഒരു ഇടയില്ലാതെ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ്. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഗ്യാങ് ആയിട്ട് അലഞ്ഞിരിഞ്ഞു. ചന്ദ്രു, നീ വിഷമിക്കണ്ട, നിന്റെ കൂടെ എന്നും ഞാനുണ്ടാവും. നോക്ക്, ഈ നീലക്കടലില് ഈ നിലക്കടല വീണാല് ഈ നിലയില്ല കടലിലും ഈ നിലക്കടലയ്ക്ക് ഒരു നിലയുണ്ടാവൂടാ ചന്ദ്രു, നിലയുണ്ടാവും. മതിയടാ പങ്ക, ഒരു കാലത്തും മനസമാധാനം തരാതെ നീ എന്നും എന്റെ കൂടെ ഉണ്ടാവില്ലേ? നീ ഇങ്ങനെ വെടി പൊട്ടുമ്പോ ഞെട്ടാൻ തുടങ്ങിയാലോ ശശാങ്ക? ഞെട്ടാൻ പോകുന്നതേ ഉള്ളൂ. പൊട്ടാൻ പോകുന്ന കഥകളായി നിൽക്കുന്നവരെല്ലാം. അതെ, ഈ കൂത്തരങ്ങ് പൊളിക്കാൻ പോണു, പുതുക്കി പണിയാൻ പോണു എന്നൊക്കെ പറഞ്ഞ് പിരിവ് തുടങ്ങിയിട്ട് ഈ ചിങ്ങത്തി 3 കൊല്ലം തികയും. അത് തികഞ്ഞോട്ടെ, പക്ഷെ പിരിച്ച പണം തികഞ്ഞില്ല. നാട്ടുകാരിൽ നിന്ന് ഭീമമായ തുകയൊന്നും പിരിഞ്ഞു കിട്ടിയാലാന്ന് നിനക്കറിയാലോ. രസീത് ഇവിടെ ഇരിപ്പുണ്ട്, വേണേ കയറി വന്ന് നോക്ക്. രസീതിന്റെ കാര്യം ഒന്നും പറയണ്ട, അത് വെറും കള്ളക്കണക്കാണ്. അത് ഈ ശശാങ്കന് വരെ അറിയാം. എനിക്കത് അറിയാമെങ്കിൽ ഞാനിതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല. അറിയൂ, എന്തായാലും ഈ മാസം തന്നെ കൂത്തരങ്ങ് പൊളിച്ചു പണിയണം, അല്ലെങ്കിൽ ഞങ്ങൾ പൊളിച്ചു പണിയും. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. കൂത്തരങ്ങല്ല, നിങ്ങൾ രണ്ടിനെ അടിച്ചു പൊളിക്കുമെന്നാ പറഞ്ഞത്. ഈശ്വര ഈശ്വര, നമ്പ്യാര്. നമ്പ്യാരോ? അപ്പൊ ഇവിടുത്തെ പ്രതിഷ്ഠയെ മാറ്റിയോ? നമ്പ്യാരായോ? സാക്ഷാൽ ഈശ്വരൻ തന്നല്ലേ ഈ നടന്നു വരുന്നത്. നമ്മുടെ നമ്പ്യാർ സാറേ, ഒത്തടാ ഒത്തു. അല്ല സാർ ഇവിടെ, സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. സംഭാവന വാര്യ എന്താ ഇവിടെ? എനിക്ക് ഇവിടെ ഒരു വഴിപാടുണ്ടായിരുന്നു. ശശാങ്ക, നിനക്ക് ആളെ മനസ്സിലായില്ലേ? നമുക്ക് ഇതുവരെ നല്ലൊരു സംഭാവന തന്നോണ്ടിരുന്ന സാറാ ഈ നമ്പ്യാർ സാറ്. എന്നിട്ട് കണക്ക് ബുക്കിൽ ഇങ്ങനെ ഒരു പേര് കണ്ടില്ലല്ലോ. ഒന്ന് മിണ്ടാറിയടാ. നീ എങ്ങനെ കാണാനാ? നിനക്ക് വെള്ളെഴുത്തല്ലേ? എന്റെ അക്ഷരമാണെങ്കിൽ കുരു കുരു കുനാന്ന് പറഞ്ഞ് ചെറിയ അക്ഷരവും. സാറ് വന്നാട്ടെ, ഒന്ന് മാറി നിൽക്കണം.
ഹോ, കേട്ടിട്ട് അത്ഭുതം തോന്നുന്നു. ഇത്രയ്ക്ക് തെമ്മാടിയും താന്തോന്തിയുമായ ഒരു ചെറുക്കൻ ഒരു നിമിഷം കൊണ്ട് മനസ്സു മാറി ഈശ്വരനിലേക്ക് തിരിച്ചിരിക്കുന്നു. മാത്രമല്ല ഇപ്പൊ അവൻ കുടുംബകാര്യങ്ങൾ നോക്കുന്നതിലൊക്കെ ബഹുമിടുക്കനായിരിക്കുക. ആ ഇനി വേണം എനിക്ക് എന്റെ സ്ഥാപനങ്ങളൊക്കെ അവന്റെ ഒന്ന് ഏൽപ്പിക്കാൻ. ഹാ, ഇതിപ്പോ നമ്മുടെ കൂത്തരകിന്റെ കാര്യം പറഞ്ഞ പോലെ ആയല്ലോ അതെ ശശാങ്ക. അതെ സാറ് വന്നാട്ടെ. ചെന്നാട്ടെ. ഈശ്വര എന്താണാവോ? ചിലപ്പോ നമുക്ക് വല്ല സഹായം ചെയ്യാന്ന് പറയൂ. കണ്ടില്ലേ? ആ സാറേ, ദേ കണ്ടില്ലേ, ആകെ പൊളിഞ്ഞ് പാളീസായി. ആ ഞങ്ങളിത് പൊളിച്ച് കളയാൻ തുടങ്ങിയതാ. ആ. പക്ഷെ എന്തോ എന്റെ മനസ്സങ്ങനെ സമ്മതിച്ചില്ല. ഇപ്പൊ 2-3 ദിവസമായി ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ കൂത്തരങ്ങ് പുതുക്കണമെന്ന്. അതാ ഞാൻ പറഞ്ഞത്, ഈ കൂത്തരങ്ങും സാറിന്റെ മോന്റെ ജാതകവുമായി എന്തോ ബന്ധം കാണും. ഇത് പൊളിച്ച് പണിയാൻ എന്ത് ചെലവ് വരും? അയ്യോ, സാറിന് ഇത് വല്ല ഒരു പ്രശ്നമാണോ? ഏറി വന്ന ശശാങ്ക, Yes. നീ പോയി ഇളനീര് വാങ്ങിച്ചോ. ഞാൻ കുടിപ്പിക്കാം. ഓ, ഒരു 5 ലക്ഷം രൂപയാവും. That's all. ആ, ഇതിപ്പോ സാറിന് വലിയ ചെലവായിട്ടൊന്നും കണക്കാക്കണ്ട. സാറിന്റെ മോന്റെ പേര് ചെയ്തൊരു വഴിപാടാണ് എന്നങ്ങോട്ട് കരുതുക. വരെ റൈറ്റ് ആ. വരെ നമുക്ക് ഇതങ്ങ് പൊളിച്ചാലോ? ആ പിന്നെ അങ്ങ് പൊളിച്ചേരെ. എല്ലാവരും ഒരിടത്ത് കൂടി നിൽക്കാൻ ഒരാൾ അപ്പുറത്തോട്ട് ചെല്ല്. എടാ മുരുക, ഒന്ന് വേഗം പൊളിച്ചെടുക്കണം. നാളെ കാലത്ത് പണി തുടങ്ങാനുള്ളതാ. നാളെ ഫണ്ട് വന്നിട്ടും പണി തുടങ്ങിയില്ല എന്ന് വരരുത്. അടിച്ചു പൊളിക്കാതെടാ, പൊളിച്ചടുക്ക്. ആശാനെ ഇവിടെ തന്നെ കാണണേ. എടാ വായി നോക്കി, ഇവിടെ വായി നോക്കിക്കാ, അങ്ങോട്ട് ഇല്ലടാ. ഇതെന്താ പൊളിക്കുന്നേ? ഇതേ പൊളിച്ച് പണിയാൻ പോവുക. ഏതോ ഒരു വലിയ മുതലാളി സംഭാവനയായിട്ട് ചെയ്യുന്നതാ. 4-5 ലക്ഷം രൂപ വരും. ഹോ, അങ്ങേരെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ കുറച്ച് പണം അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കായിരുന്നു. പോയി ചോദിച്ചോ. അയാൾക്ക് ഒരു തലതിരിഞ്ഞ മകനുണ്ടായിരുന്നു. ആണോ? അവനിപ്പോ നന്നായി തിരിച്ചു വന്ന സന്തോഷത്തിലാ. എന്ത് ചോദിച്ചാലും തരും. ദാനധർമ്മം ചെയ്യണമെങ്കിൽ ആ സാറിനെ കണ്ടു പഠിക്കണം. എന്ത് പറഞ്ഞാലും റൈറ്റ് റൈറ്റ് എന്ന് പറഞ്ഞ ഇറക്കുമല്ലയോ. താനും പോയി ചോദിച്ചോ. അതെ, പൊളിച്ചു തുടങ്ങി. പിന്നെ എല്ലാരും ചോദിക്കുക. അല്ല, എനിക്കൊരു സംശയം ഇല്ലാതില്ല. ഈ പുതുക്കി പണിയാനുള്ള ഫണ്ട് കിട്ടിയിട്ട് പൊളിച്ചാ പോരെന്ന്. ഫണ്ടോ? ആ, നീ ഫണ്ട് കണ്ടിട്ടുണ്ടോടാ? ഏ? ഫണ്ട് എങ്ങനെ ഇരിക്കും എന്ന് നിനക്കറിയാമോ? ഇല്ല. ഈ സാറിന്റെ ഫണ്ടിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഏ. ഇത് ആരാണെന്ന് അതിന്റെ വിചാരം? സാറ് പൊളിക്കാൻ പറഞ്ഞാ പൊളിക്കുക, പണിയാൻ പറഞ്ഞാ പണിയ, അത്ര തന്നെ. ചിലപ്പോ 5 ലക്ഷത്തിൽ അല്പം കൂടും. ആയിക്കോട്ടെ, ആവശ്യത്തിനുള്ള പണം തരാൻ ഞാൻ എന്റെ അളിയനെ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. നീ പോയി 2-3 ഇളനീര് വാങ്ങിച്ചു വാടാ. തേങ്ങ കൊല ഏ? അല്ലേ? പിന്നല്ല. വാരിയർ റൈറ്റ്. കെട്ടിടം പൊളിച്ചു തീരാറായി. നാളെ പണി തുടങ്ങണമെന്നും പറഞ്ഞു അച്ഛൻ തന്നെ എല്ലാത്തിനും മുന്നിൽ. അച്ഛനെയും കൂട്ടി എത്രയും പെട്ടെന്ന് സ്ഥലം വിടുന്നതാ നല്ലത്. അതിന് അച്ഛൻ സമ്മതിക്കണ്ടേ? 5 ലക്ഷം രൂപ നാളെ രാവിലെ കൊടുക്കാന്ന് ഏറ്റിരിക്കുക. സാരമില്ല മാഷേ, നമുക്ക് കൊടുക്കാം. 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയ ചരിത്രമുള്ളതല്ലേ. പിന്നെ പണ്ട് സ്നാപക യോഹന്നാൻ 5 അപ്പം കൊണ്ട് 5000 പേരുമായിട്ട് ഊട്ടി പോയപ്പോ അത് ഈ കഥയല്ല. 5 അപ്പം. ഒന്ന് പോടാപ്പ. ചേട്ടൻ പറ. വെറും 5 രൂപ സംഭാവന കൊടുത്ത് ഒരു രസീത് വാങ്ങുക. എന്നിട്ട് ആ രസീതിൽ 5 രൂപ എന്നുള്ളത് 5 ലക്ഷം രൂപയാക്കുക. KSK നമ്പ്യാർ 5 ലക്ഷം രൂപ. അപ്പോ 5 ലക്ഷം രൂപയും തീർത്തു കൊടുത്തു കഴിഞ്ഞു അല്ലേ? അതെ അച്ഛാ, പണം അമ്മാവനെ കൊടുത്തു വിട്ടത്. ആ, ഞാൻ അളിയനെ ടെലഗ്രാം അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിന്ന് രാത്രി തന്നെ തൃക്കോട്ട ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകണം. ആ, ഒരു വിശേഷാൽ പൂജയും വഴിപാടും ഒക്കെ ഉണ്ട് അവിടെ. ദേ പൂജയും വഴിപാടും നടക്കട്ടെ. ഓ, അയ്യോ, ഞാൻ പറയുന്നു കേക്ക്. നിങ്ങൾ എല്ലാരും കൂടി എന്റെ മെക്കിട്ടേറി എന്നാ കിട്ടാനാ? ഈ കെട്ടിടവും പൊളിച്ചിട്ടേച്ച് രാജ്യരാമായണം അയാൾ കടന്നുകളയുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ? അയാളല്ല ഇവിടെ പ്രശ്നം. അയാൾ തന്ന ഫണ്ടാണ് പ്രശ്നം. ഫണ്ടോ? ആ, എന്താ ഫണ്ട് എന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ? ഫണ്ട് കണ്ടിട്ടേ ഇല്ലേ? അയാളുടെ ഫണ്ടും കണ്ടിട്ടുള്ളതല്ലേ? മര്യാദയ്ക്ക് വെക്കണോ കാശ്? ശശാങ്ക, ഈ സമയത്ത് നീ കാല് പാരാതടാ. എനിക്ക് നിങ്ങളെ വിശ്വാസം അല്ല. അയാൾ കാശ് തരാതെ പോയി എന്ന് പറഞ്ഞാൽ ഞാനിത് വിശ്വസിക്കില്ല. അയ്യോ, നിന്റെ അച്ഛനാണ് സത്യം. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാ. ഇതുപോലുള്ള കള്ളസത്യങ്ങൾ ഞാൻ കുറെ കേട്ടിട്ടുള്ളതാ. ചേട്ടാ, ദേ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. വെറുതെ നോക്കി നിൽക്കാതെ ചില പ്രയോഗങ്ങളോട് ചോദിക്കടാ. ആരും ബഹളം വെക്കണ്ട. എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം തരാം. അയ്യോ ശശാങ്ക, ഓ, എനിക്കൊന്ന് മൂത്രം ഒഴിക്കണമായിരുന്നു. കുറെ ഒഴിച്ചതല്ലേ, ഇനി സമയാകുമ്പം പറയാം. ഇപ്പൊ ആയി.
അതെ ഏ ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. സ്വന്തം കാര്യം തന്നെ എന്താവും അറിയാതിരിക്കാൻ ഞാൻ ഒന്ന് പോടോ. എന്താ ആശാനെ കാര്യം? ഒരു KSK നമ്പ്യാർ ഈ ഭാഗത്തുണ്ടെന്നറിഞ്ഞു. ഒന്ന് കണ്ടാ കൊള്ളായിരുന്നു. KSK നമ്പർ ആരാ? അളിയൻ. ആരാ? അളിയൻ. അളിയനാ? എന്റെ ഭഗവതി, അളിയാ. ആ. നിന്റെ അളിയൻ 5 ലക്ഷം രൂപ രൊക്കം ഇവിടെ കൊണ്ട് വെക്കാതെ നീ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. അളിയൻ കാശ് കൊണ്ട് വരില്ല, കൊണ്ടുവരാൻ പറ്റില്ല. എങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്കും. ഓ, ഞാൻ ഇവിടെ നിന്ന് ചെതലെടുത്ത് പോകും, അത്ര തന്നെ. അതുകൊണ്ട് യാതൊരു പ്രയോജനമോ അമ്പലത്തിനോ കമ്മിറ്റിക്കാർക്കോ ഇല്ല. എനിക്ക് 2 അപേക്ഷയുണ്ട്. എന്താ രണ്ടാമത്തെ അപേക്ഷ? എന്നെ പോകാൻ അനുവദിക്കണം. എന്റെ കൂടെ ആർക്ക് വേണേലും വരാം. അളിയനെ ഞാൻ നേരിട്ട് കാണിച്ചു തരാം. അപ്പൊ ആദ്യത്തെ അപേക്ഷയോ? എന്റെ പാന്റ് ഷർട്ട് ഇങ്ങി തരണം. തൈ വേണമെന്നില്ല. എന്റെ അപേക്ഷ സ്വീകരിക്കണം. നിങ്ങളൊരു യുവ നേതാവല്ലേ, യുവതി യുവാക്കളുടെ ഹരമല്ലേ. വാസ്തവം. ദാ കണ്ടോ, ആ തല വെച്ചിരിക്കണ ഇരുപിടിക്കട്ട അല്ല നെല്ലിക്കാ കിഴിയാ. ഒയ്യോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, ലേശം ബുദ്ധിപ്രമുണ്ട്. ചങ്കെ കുത്തുന്ന വർത്താനം പറയാതെ. ഞാൻ പറഞ്ഞൊക്കെ സത്യമാണ്. അങ്ങേരുടെ കയ്യിൽ നിന്ന് ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള കാശ് പോലും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാ കൂത്തരങ്ങ് പണിയുന്നത്? ഇത് നല്ല കൂത്ത്. കൊന്നുകളയും, തല്ലിക്കൊല്ലും. എന്നെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? തന്നെ അല്ലടോ, നാട്ടുകാർ എന്നെ തല്ലിക്കൊല്ലും. നമ്പ്യാർ സാറേ, അങ്ങനെ ആവട്ടെ. ഇവിടെ പാടോ. ഞാൻ വരണോ? അവിടെ അവിടെ അവരെല്ലാം പൊളിച്ചു കഴിഞ്ഞു. വെരി ഗുഡ്. ഇത് വൈഫിന്റെ ഒരു വഴിപാടാ, കിഴി വഴിപാട്. ഹളിന് പോന്നു. ഞാൻ വന്നിട്ട് കുറെ നേരമായി. അവിടെ അളിയാൻ കൂത്തരങ്ങ് പൊളിച്ച് പണിയുന്നുണ്ട്. ഇവരെനിക്കൊരു സ്വീകരണം തന്നു. നല്ല സ്നേഹമുള്ളവര്. സ്നേഹിച്ചാൽ ഇവരങ്ങ് തിന്നു. വെറുതെ തിന്നു കളയില്ല, ചവച്ച് ചവച്ച് അരച്ച് തിന്നും. ആ വരെ, പണിയൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടല്ലോ. ഇല്ല, ഫണ്ട് ഉണ്ടെങ്കിലേ പണി നടക്കൂ. നമ്പ്യാർ സാറേ, ഇങ്ങായിരുന്നു എവിടെ പോവുക? നമ്പ്യാർ സാറേ, നമ്പ്യാർ സാറേ, ദേ ഇവിടെ ഒരു രഹസ്യം കൂത്തരമുണ്ട്. നമുക്ക് അതുകൂടെ പൊളിച്ചാൽ. ഒരിടത്തൊരെണ്ണം പൊളിച്ചിട്ടത് പോരെ, ഇനി ഇത് കൂടെ പൊളിക്കണോ? വലിപ്പം പോരടോ, നമുക്ക് കുറച്ചുകൂടെ വലുതാക്കാം. അളിയാ, ഇതിന്റെ ആൾ ഇദ്ദേഹം അല്ല. അളിയൻ റൈറ്റ്. ഇതിന്റെ വാരേതാ? അതെ, ഇതേ ഒരു കിഴി കൊണ്ടൊന്നും പട്ടവർത്തി എത്തിയല്ല. ഇവിടുന്ന് ഒരു കിഴി വാങ്ങിച്ച് താൻ എനിക്ക് താ, ഞാൻ അതും തലയിൽ വെച്ചോണ്ട് ഇവിടെ ഇരുന്നോളാം. കിഴിയും കൊണ്ട് ഇവിടെ ഇരുന്നാ മതിയോ? എടോ, കാശില്ലാതെ അങ്ങോട്ട് ചെന്നാൽ അവരെന്നെ തല്ലി തല്ലി കൊല്ലും. എന്നാ കിഴി ഇവിടെ കിട്ടും, അതും തലയെ വെച്ചോണ്ട് ഇരുന്നാ. എടോ എടോ, നമ്പ്യാറിന്റെ നിക്കടോ അവിടെ. ബീഡി ഒന്നും വലിക്കാവുന്ന ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക. ഒന്നുമില്ലെങ്കിൽ ഇതൊരു വഴിപാടല്ലേ? എടോ, എന്താ താൻ പറഞ്ഞ വഴിപാടോ? അതെ, വഴിപാട്. ഈ റോഡ് ക്ഷേത്രം വരെ ടാർ ചെയ്യാനുള്ള ഒരു വഴിപാട്. ആരുടെ? ഒരു മുതലാളിയുടെ. ഈശ്വര, ചതിച്ചോ? ചതിച്ചു. ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ ഇതല്ലാതെ വേറെ വഴിയുണ്ടോ? ഇല്ല. അയ്യോ, എന്നാ ഈ വഴി വെട്ടിപ്പൊളിക്കല്ലേ? എന്താ കാര്യം? കാര്യമുണ്ട്. ഇതിന്റെ ഫണ്ട് വന്നിട്ടാണോ ഈ പണി തുടങ്ങിയത്? അല്ല, ഇതിന്റെ ഫണ്ട് അടുത്ത ശനിയാഴ്ച വരുമെന്നാ മുതലാളി പറഞ്ഞത്. അയാള് മുതലാളി അല്ല, ലേശം ബുദ്ധിഭ്രമമുള്ള ആളാണ്. അയാളുടെ ഫണ്ടും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ഇയാടെ അളിയനാ അയാള്. ആരാടാ നീ? ഞാനെങ്ങനെയാ നിന്റെ അളിയനാവുന്നേ? ഇതാ ഞങ്ങളുടെ മുതലാളി. അയ്യോ ഈശ്വര, ഞാൻ എനിക്ക് വട്ടാണെന്നല്ലേ? എനിക്ക് ഫണ്ടില്ലെന്നാരാ പറഞ്ഞ? നിങ്ങൾ സംസാരിച്ചേക്ക്, ഞാൻ ഇപ്പോ വരാം. മുരുകൻ ചിട്ടി ഫണ്ട്, ലക്ഷ്മി ചിട്ടി ഫണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഹേയ്, കേട്ടു തുടങ്ങിയപ്പോഴേക്കും മേലാസകലം കോരി തരിച്ചു. രമണ, നമ്മുടെ ടാർവി പോകുന്നുണ്ട്. ഉണ്ട് മുതലാളി. എന്നാ ഇവനൊന്ന് മുക്കി വിട്ടാരേ. ഇവന്റെ തിളച്ചട്ടാറാണോ? അയ്യോ, എനിക്ക് പ്രാണവേദന ഉച്ചയ്ക്ക് വീണതായി. നിനക്ക് ചിരി വരുന്നു, നിനക്കോ? വരില്ല. ടെലഗ്രാം കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു നിന്റെ അച്ഛൻ കാഞ്ഞു പോയിന്ന്. എന്നെ കൊല്ലാനായിട്ടാ വിളിച്ചു വരുത്തിയത്. ഈ കളി ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചോ മോനെ, ഇല്ലെങ്കിൽ ഈ ലോകം അവസാനിച്ചാലും നമ്മുടെ ഓട്ടം തീരില്ല. മണ്ണെണ്ണ തീരാറായി, ഒരു ടിന്നും കൂടി വേണം. അതും തികയും തോന്നുന്നില്ല. ഇവിടെ അടുത്ത് എണ്ണപ്പാടം വല്ലതും ഉണ്ടോ? എന്തിനാ? ഒന്ന് മുങ്ങാൻ. ഒന്ന് വേഗം തേച്ചൊരിച്ച് കളയി, 10:30 വണ്ടിക്ക് മടങ്ങി പോകാനുള്ള. അമ്മാവൻ ഇപ്പൊ തന്നെ പോണോ? പോയിട്ട് അമ്മായിയെ വിളിച്ചോണ്ട് വരാം. കുറച്ചു ദിവസം നിങ്ങളോടൊപ്പം താമസിക്കാം. ഈ കണക്കിന് പോയാൽ എന്റെ വീട് ജപ്തി ചെയ്യുമെന്നാണ് തോന്നുന്നത്. പോയിട്ട് വരാം മക്കളെ.
നിങ്ങൾ വിഷമിക്കണ്ട. ഇവനെ പോലെ നിനക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എരുതിയിൽ നിൽക്കുമ്പോഴും പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനുള്ള ഈ മനസ്സുണ്ടല്ലോ, അത് ഈശ്വരൻ കാണാതിരിക്കില്ല. ഇവിടെ വന്നപ്പോ മുതൽ കാണുക, എവിടെ നോക്കിയാലും കല്യാണം. തനിക്ക് കല്യാണം കഴിക്കണം? താലി താലി. ഇനി മാല 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 എടുക്ക്, വേഗം. റൗണ്ട് റൗണ്ട്. അയ്യോ, വേഗം വേഗം. ഇതെവിടെ ചെന്നെത്തുവോ നന്നായിരിക്കട്ടെ. അയ്യോ, മതി. ഓക്കെ ഓക്കെ. ഞങ്ങളിങ്ങനെ വെറുതെ തമാശക്ക് ഓരോ... അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നത്? നമുക്ക് ഇത്രയും പ്രശ്നങ്ങളുള്ള സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. എന്റെ ഏട്ടന്മാരെ വിട്ടിട്ട് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ എനിക്കും കഴിയില്ല. ഇത് വെറുതെ ഒരു തമാശക്ക്. യോ, കാലി വീഴ്. ആ